കൊടുക്കാം. ബഹുമാന്യനായ പ്ലീസ് പെട്ടെന്ന് കുറച്ച് പറയാനുണ്ട് സർ. ബഹുമാന്യനായ ശ്രീ കെ ബാബു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്നൊക്കെ വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും പ്രഖ്യാപിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഉറപ്പായപ്പോൾ 2 ദിവസം അദ്ദേഹത്തിനൊരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ന് സഭ തീരുകയാണ് എന്നാണ്. സർ, ആരാണ് തീരുമാനിച്ചത് ഇന്ന് സഭ തീരാൻ പോകുന്നു എന്നത്? അല്ല, ബഹുമാന്യനായ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. അതുകൊണ്ടാണ്, കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇവിടെ ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത്. സർ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു അവിശ്വാസ പ്രമേയം ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാത്തത്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ്? ഈ സർക്കാരിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഈ സർക്കാരിനെ അവിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായ നിരായുധരായ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ ഈ സഭ പിരിയുമ്പോൾ തലകുനിച്ചിറങ്ങി പോകേണ്ടി വരിക ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് 5,364,000 വീടുകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? സർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? 20,000 കോടി രൂപയാണ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക്, തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. അതാണ് സർ ഇടതുപക്ഷത്തിന്റെ ബദൽ മാതൃക എന്ന് പറയുന്നത്. സർ, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയൊരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഇപ്പോ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന്. നാവിറങ്ങിപ്പോയോ നിങ്ങളുടെയൊക്കെ? നാവിറങ്ങിപ്പോയോ സാർ? ഇവരിപ്പോ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള തന്ത്രമാണ്. അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടച്ചു നീക്കും. ആരാണ് പ്രഖ്യാപിക്കുന്നത്? അമിത്ഷായാണ് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ പ്രഖ്യാപിക്കുന്നു തുടച്ചു നീക്കും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ. അമിത്ഷയ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള പ്രതീക്ഷ എന്താണ്? അത് അവർക്ക് BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയിലാണോ? അല്ല. BJP എന്താണ് അവർ കണക്കാക്കിയിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ വിലയ്ക്ക് വാങ്ങാം എന്നാണ് അമിത്ഷാ കണക്കാക്കിയിരിക്കുന്നത്. സാർ, കർണാടകയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. ഗോവയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. അരുണാചൽ പ്രദേശിൽ വിജയിച്ചവരെയാണ് മൊത്തത്തിൽ വിലക്കെടുത്തത് BJP. മഹാരാഷ്ട്രയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. മണിപ്പൂരിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. ഇപ്പോഴിതാ ബീഹാറിൽ ആകെ ജയിച്ചത് 6 MLA മാർ, 6 പേരും ജയിച്ചവർ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വോട്ട് കൊടുത്താൽ അത് BJPക്കുള്ള നിക്ഷേപമാണ് എന്ന് അമിത്ഷായ്ക്ക് അറിയാം. ഒറ്റയ്ക്ക് BJPക്ക് വോട്ട് നേടി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരാനാവില്ല. അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിച്ച് ആ കോൺഗ്രസിനെ പിന്നെ BJP ആക്കി മാറ്റാനാവുമോ എന്ന ഗൂഢതന്ത്രമാണ് അമിത്ഷാ പയറ്റുന്നത്. അതിന് പലരുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തിരിക്കുന്ന പലരും ഈ ധാരണയിൽ പങ്കാളികളാണ്.
അവരെല്ലാം please. ഊഴം കാത്തു നിൽക്കുന്നവരാണ് സാർ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ നാളെ ബിജെപിയുടെ വള്ളത്തിലേക്ക് പോകാൻ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സർക്കാരിനെതിരെ നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ, ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി ഞാൻ ചുരുക്കി പറഞ്ഞത് സാർ, ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സാർ കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും ഓണപരീക്ഷ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരാണ്. സാർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാർ കേരളത്തിലെ 47 ലക്ഷം വീടുകളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ സാർ? പാവപ്പെട്ട കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ള കാര്യമല്ലേ സാർ പറയേണ്ടത്? സാർ അതുപോലെ സാർ 5 വർഷക്കാലം കഴിഞ്ഞല്ലോ സാർ. ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വകുപ്പുണ്ടല്ലോ സാർ. സാർ എന്തുകൊണ്ട് സാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കാട്ടുകള്ളന്മാർ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിശദീകരിക്കുമെന്നാണ് സാർ ഞാൻ നോക്കുന്നത്. സാർ അതുപോലെ തന്നെ സാർ കോടതിയല്ലേ സാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? കോടതിയല്ലേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് സാർ? ഇവർക്ക് എന്തുകൊണ്ട് ഈ കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരായി മറ്റു ഉയർന്ന കോടതിയിൽ പോകുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയേണ്ടത് സാർ. ചോദ്യോത്തരം സഹകരിക്കണം പ്ലീസ്.